welcome back again. Welcome back to Learn Digital Marketing with Digital Sri. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുന്നതാണോ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത്, എന്തൊക്കെ ടൈപ്സ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നമുക്ക് പലർക്കും അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന കാര്യമാണ് SEO ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ SEM, ഇങ്ങനെ പല ടൈപ്സ്. അപ്പോൾ അത് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? സോ നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന ഓരോ മേഖലകൾ, ഓരോ ടൈപ്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ്. അതിലൊന്നാണ് SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, രണ്ടാമത്താണ് നമുക്ക് SEM അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയും, മൂന്നാമത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, APO അല്ലെങ്കിൽ ആപ്പ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും, വെബ് അനലിറ്റിക്സ്, മീഡിയ ബൈയിങ് ആൻഡ് പ്ലാനിങ്, മാർക്കറ്റിംഗ് സൈക്കോളജി ആൻഡ് പെർസുവേഷൻ, ഗ്രോത്ത് ഹാക്കിംഗ്, ഇ-കോമേഴ്സ് മാർക്കറ്റിംഗ്, ഫണൽ ബിൽഡിംഗ്, PPC മാർക്കറ്റിംഗ്, CRO, കോപ്പി റൈറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, CRM, പെർഫോമൻസ് മാർക്കറ്റിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ബിഗ് ഡാറ്റ ആൻഡ് AI, ചാറ്റ് ബോട്ട് മാർക്കറ്റിംഗ്. അതുപോലെ ഒട്ടനവധി മേഖലയിൽ ഒരു മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള മൊഡ്യൂൾസാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനത്തെ പറയാൻ പോകുന്നത്. SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെന്ത്, സെർച്ച് എഞ്ചിനിലെ. അപ്പോൾ സെർച്ച് എഞ്ചിൻ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ എന്തൊക്കെ വരും? ഗൂഗിൾ ഉണ്ട്, യാഹു ഉണ്ട്, ബിങ്, യാൻഡെക്സ്, ബൈഡു, അങ്ങനെ ഒട്ടനവധി സെർച്ച് എഞ്ചിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണെന്ത്, ഗൂഗിൾ അല്ലേ. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഫ്രണ്ട്സിനടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആരും ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുക എവിടെയായിരിക്കും? ഗൂഗിളിലായിരിക്കും അല്ലേ. അപ്പോൾ ഗൂഗിൾ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുന്നു, ആ സെർച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സെർച്ച് ക്വറി എന്നാണ്. കാരണം വിചാരിക്കും നിങ്ങളൊരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യാൻ നമുക്ക് വരും വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യണം ഗൂഗിളിൽ. ഈ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കാണിക്കുന്നത്? നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ ഈ കാണിക്കുന്ന ഈ റിസൾട്ട് പേജ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഈ പേജിനെ വിളിക്കുന്ന പേരാണ് SERP അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് വിളിക്കുന്നത്. ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമുക്ക് ഏകദേശം 0.77 സെക്കൻഡ്സ് കൊണ്ട് ഏകദേശം 2 ബില്യൺ റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ SERPയുടെ ഫസ്റ്റ് പേജാണ്. പിന്നെ നമുക്ക് കാണുന്നത് സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫോർത്ത് പേജ്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, അങ്ങനെ ഒട്ടനവധി പേജ് കാണാം. അപ്പോൾ ഒരു SERP പേജിൽ നമുക്ക് ഏകദേശം 10 മുതൽ 12 റിസൾട്ടാണ് മെയിൻലി കാണിക്കാറ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഫീച്ചേർഡ് സ്നിപ്പറ്റ് വരുമ്പോൾ അതിന് ഡിഫറൻസ് വരും, ആഡ് വരുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 12 റിസൾട്ടുകളാണ് ഫസ്റ്റ് പേജിൽ കാണിക്കുക. നിങ്ങൾ സെക്കൻഡ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിൽ പോകും, തേർഡ് പേജ് ക്ലിക്ക് തേർഡ് പേജിലേക്ക് പോകും. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള റിസൾട്ട് ഏതായിരിക്കും? നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ആദ്യം കാണുന്ന 1, 2 or 3 അല്ലേ, അല്ലെങ്കിൽ ആദ്യത്തെ പേജിലെ റിസൾട്ട് മാത്രമാണ് നിങ്ങൾ മിക്കതും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. എന്തുകൊണ്ടാണ്? കാരണം സോ നമുക്ക് ആ റിസൾട്ടാണ് ബെസ്റ്റ് റിസൾട്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉള്ള നിങ്ങൾ ഓൺലൈൻ പ്രസൻസ് ആയിട്ടുള്ള വെബ്സൈറ്റോ ബ്ലോഗോ യൂട്യൂബ് ചാനലോ എന്തുമായിക്കോട്ടെ, അതിനെ സെർച്ച് ക്വറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് പേജിൽ റാങ്കിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ആണെന്ത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതിൽ വരുന്ന 3 കാര്യങ്ങളാണെന്ത്, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ SEO. ഈ 3 കാര്യങ്ങളെ പറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ SEOനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് വരുന്നതാണെന്ത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEM എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, സെർച്ച് എഞ്ചിനിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മാർക്കറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം.
സപ്പോസ് നേരത്തെ ഞാൻ സെർച്ച് ചെയ്ത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അതിന് കറസ്പോണ്ടിങ് എനിക്ക് ഈ റിസൾട്ട് കാണിച്ചു അല്ലേ. ഞാനിപ്പോൾ ഇവിടെ വേറൊരു കാര്യം സെർച്ച് ചെയ്യാൻ പോവാണ്, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കാണിക്കുമ്പോൾ ഇവിടെ മുകളിൽ എനിക്ക് എന്ത് കാണിക്കുന്നുണ്ട്, ആഡ് പോലെ പരസ്യം കാണിക്കുന്നുണ്ട് അല്ലേ. സപ്പോസ് ഞാൻ വേറൊരു കാര്യം സെർച്ച് ചെയ്യാണ്, സ്മാർട്ട് ഫോൺ അണ്ടർ 15,000 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ പരസ്യം കാണിക്കുന്നുണ്ടല്ലേ. ഈ പരസ്യങ്ങൾ കാണിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അതിൽ വരുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണെന്ത്, ഗൂഗിൾ ആഡ്സ്. അപ്പോൾ ഗൂഗിൾ ആഡ്സിന് എക്സാമ്പിൾസ് ഒക്കെ കാണിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ കാണിക്കുന്ന എന്താണ്, ഈ കാണിക്കുന്ന റിസൾട്ടാണ് പെയ്ഡ് റിസൾട്ട്. പെയ്ഡ് റിസൾട്ടും ഈ കാണിക്കുന്നത് ഓർഗാനിക് റിസൾട്ടുമാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ കാണിക്കുന്നത് അതുപോലെ പരസ്യമാണല്ലോ. അപ്പോൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോംസിൽ എങ്ങനെ നിങ്ങൾക്ക് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പെയ്ഡ് ആഡ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ടോപ്പിക്കാണെന്ത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? ഫേസ്ബുക്ക് അറിയാം, നമുക്ക് ഇൻസ്റ്റ അറിയാം, വാട്സപ്പ്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, ലിങ്ക്ഡിൻ, ഇതുപോലെ നിരവധി പ്ലാറ്റ്ഫോംസ് നമുക്കറിയാം അല്ലേ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എങ്ങനെ പരസ്യം ചെയ്യാം അല്ലെങ്കിൽ അതുവഴി എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ത്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ത്, ഫേസ്ബുക്ക് ആഡ്സ്. അപ്പോൾ ഈ കാണിക്കുന്നത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ പോലും കണ്ടോ ഈ സ്പോൺസേഡ് പരസ്യം പോലും നിങ്ങൾ കാണാറില്ല. അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഒരു സെക്ഷനാണെന്ത് ഫേസ്ബുക്ക് ആഡ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നീട് വേറെ സംഭവമാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏത് ഡിവിഷൻ നിങ്ങൾ ഏത് ടൈപ്പ് നിങ്ങൾ പഠിച്ചാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണെന്ത്, കോണ്ടൻറ്റ് അല്ലേ. കോണ്ടൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരു മാർക്കറ്റിംഗ് നടക്കില്ല. അപ്പോൾ കോണ്ടൻറ്റ് റൈറ്റിംഗ്, അതുപോലെ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ കോപ്പി റൈറ്റിംഗ്, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. ഈവൻ കോണ്ടൻറ്റ് റൈറ്റേഴ്സിന് പോലും ഭയങ്കരമായിട്ടുള്ള വാക്കൻസീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷിലോ മലയാളത്തിലോ വന്നൊരു കോണ്ടൻറ്റ് എഴുതുന്ന വ്യക്തിയാണെങ്കിൽ നല്ല വാക്കൻസീസും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണെന്ത് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നുണ്ട് പേ പെർ ക്ലിക്ക് അല്ലെങ്കിൽ PPC എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയാണ് എന്താണ് പേ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പരസ്യങ്ങൾ അല്ലേ. ഈ ഇതുപോലത്തെ പരസ്യങ്ങൾ നമ്മൾ പല വെബ്സൈറ്റിൽ കയറുമ്പോഴും മൊബൈൽ ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യം കാണിക്കാനല്ലേ. ഇതൊക്കെ ഈ പേപ്പർ ക്ലിക്കിൻ്റെ ഭാഗമായിട്ട് വരണം. അപ്പോൾ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസ്മെൻറ്റ് PPC ക്യാമ്പയിൻ എന്ന് പറയും. ഓക്കെ, ഇത് അടുത്തതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും ഉള്ളൊരു പ്രോബ്ലം ഒരു ആക്റ്റീവ് ഇൻകം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ. ഒരു ഒറ്റ സോഴ്സ് ഓഫ് ഇൻകം മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടാമതൊരു ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ വർക്ക് ചെയ്യാതെ തന്നെ ഒരു ഇൻകം നിങ്ങൾക്കൊരു മണി നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലോ നിങ്ങൾക്കൊരു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെയുള്ളവർക്ക് പോകാവുന്ന ഒരു ചൂസ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് എന്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അത്ര എളുപ്പമുള്ള മേഖലയല്ല, പക്ഷേ നിങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മേഖല, നിങ്ങൾക്കൊരു പാസീവ് ഇൻകം, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണെന്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ നിങ്ങൾ ചോദിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ പല ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് നിങ്ങൾക്ക് പല ഇമെയിൽസ് നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ആമസോൺ പ്രൊഡക്റ്റ് വാങ്ങിച്ചു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ കാർട്ടിൽ കൊണ്ടിടുമ്പോൾ അതിന് കറസ്പോണ്ട് റിമൈൻഡർ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇമെയിലിൽ മെയിൽസ് വരണമല്ലേ. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇമെയിൽ മാർക്കറ്റിംഗ് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്കൊരു സെൽഫായിട്ടുള്ള ഓൺ ചാനൽ, സ്വന്തമായിട്ടുള്ളൊരു ചാനൽ കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടും നിങ്ങളുടെ ഓഡിയൻസുമായിട്ടും ഒരു സെൽഫായിട്ട് ഒരു സ്വന്തമായിട്ടുള്ളൊരു എന്താ പറയുക ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലേ. കാരണം ഫ്യൂച്ചറിൽ ഇനി ഫേസ്ബുക്ക് ഉണ്ടാവുമോ, ഇൻസ്റ്റ ഉണ്ടാവും, ട്വിറ്റർ ഉണ്ടാവും, ലിങ്ക്ഡ് ഉണ്ടാവും, അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും നമുക്കറിയില്ല. ഏറ്റവും നല്ല ഒരു പെർട്ടിക്കുലർ ഒരു
കമ്മ്യൂണിക്കേഷൻ ചാനലാണ് എന്ത് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു മെയിനായിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന മൊഡ്യൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ 10-27 ടൈപ്സും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.